നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സിന്റെ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദൃശ്യ ഗോപിനാഥിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ SI ഗോപകുമാർ, പ്രൊബേഷണൽ SI സുരേഷ് കുമാർ, സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എന്ന ഞങ്ങളുടെ ഈ സംഘടന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഈ സംഘടനയുടെ പത്തനാപുരം താലൂക്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസം തന്നെ ഗാന്ധി ജയന്തി ദിനമായ ദിവസം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക കാരണമുണ്ട്. ഗാന്ധിജിയെ, മഹാത്മാവിനെ, അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പുതുക്കുക എന്നത് മാത്രമല്ല, ഗാന്ധിജി വിഭാവനം ചെയ്ത, നമ്മുടെ മഹാത്മാവ് വിഭാവനം ചെയ്ത ഒരു നല്ല ഇന്ത്യയെ, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക, എങ്ങനെ അതിന് സാധിക്കും എന്നൊരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഒക്ടോബർ 2 ഈ ഗാന്ധി ജയന്തി ദിനം തന്നെ ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുക എന്ന് തീരുമാനിച്ചത്. മനുഷ്യാവകാശങ്ങളെയും നമ്മളുടെ മൗലികതയെയും പറ്റി എല്ലാവർക്കും ഒരു ബോധമുണ്ട്. നമുക്ക് എല്ലാവർക്കും മനുഷ്യാവകാശങ്ങളുണ്ട്, മൗലികതയുണ്ട് എന്നെല്ലാം നമ്മൾക്കറിയാം. എന്തൊക്കെയോ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നതിനെ പറ്റി നമുക്കൊരു ബോധമുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും വ്യക്തമായ ഒരു ധാരണ ഇതിനെപ്പറ്റിയില്ല. എന്താണ് മനുഷ്യാവകാശം, എന്താണ് നമ്മുടെ അവകാശങ്ങൾ, എങ്ങനെ നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം എന്നതിനെപ്പറ്റി ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി, നിങ്ങളുടെ അംഗീകാരത്തിനെ പറ്റി നിങ്ങൾ എല്ലാവരും ബോധവാന്മാരായിരിക്കണം. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ മാത്രമേ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതികരിക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ ഈ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എന്ന സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി റോഡ് അവയർനെസ് പ്രോഗ്രാം, അല്ലെങ്കിൽ റോഡ് അപകടങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ്. ഇന്ന് ഏറ്റവും കൂടി വരുന്നതും ഈ റോഡ് അപകടങ്ങളാണ്. നമ്മളെല്ലാവരും ഓരോ യാത്രയിലും ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ അതിനെതിരെ നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അയ്യോ അവിടെ ഒരു അപകടം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നു. അങ്ങനല്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതിനെ തടഞ്ഞു നിർത്താൻ? നമുക്ക് നമ്മുടെ ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് ആ അവകാശങ്ങൾ പാലിക്കുവാനും നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനും ഒരു നാണയത്തിന്റെ 2 വശം എന്നതുപോലെ ഒരവകാശം നമുക്ക് കിട്ടുന്നതിനോടൊപ്പം അത് പാലിക്കുവാനും പൗരൻ എന്ന നിലയിൽ നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ അതിനെതിരെയും നമുക്ക് നിൽക്കണം. ഇപ്പം ഈ മനുഷ്യാവകാശങ്ങളെ പറ്റിയും മൗലികതയെ പറ്റിയും എല്ലാം എന്നെക്കാൾ ഏറെയായി സംസാരിക്കാൻ കഴിവുള്ള അഭിഭാഷകനായ നമ്മുടെ അധ്യക്ഷനുണ്ട്, പുനലൂരിന്റെ സർക്കിൾ ശ്രീ ഗോപകുമാർ സാറുണ്ട്. എല്ലാവരും ആധികാരികമായി ഇതിനെപ്പറ്റി സംസാരിക്കും. എന്നിരുന്നാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ വിനോദ് മാത്യു വിൽസൺ. അദ്ദേഹത്തിന് ഒരു ഔപചാരികതകളുടെയും ആവശ്യമില്ല. അദ്ദേഹത്തെ ഒരിക്കലും ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. അതൊരു വലിയ തെറ്റ് തന്നെയായി പോകും എന്ന് കരുതുന്നു. കാര്യം ഈ ഒരു പത്തനാപുരം താലൂക്കിന്റെ പ്രസിഡന്റ്, ഞങ്ങളുടെ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എന്നതിന്റെ പ്രസിഡന്റ് എന്നതുപോലെ തന്നെ ഈ ഒരു യോഗം ഇവിടെ നടത്തുന്നതും ഇതിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്നതുമെല്ലാം അധ്യക്ഷനും ഇപ്പോൾ യുവ അഭിഭാഷകരിൽ അറിയപ്പെടുന്നതുമായ അഡ്വക്കേറ്റ് ശ്രീ വിനോദ് മാത്യു വിൽസൺ ആണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നിയമപാലകൻ SI ശ്രീ ഗോപകുമാർ സാർ, അദ്ദേഹം നിങ്ങളോട് ട്രാഫിക് ബോധവൽക്കരണത്തെ പറ്റി ഒരു പ്രഭാഷണം തന്നെ നടത്തും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രൊബേഷണൽ SI സുരേഷ് കുമാർ സാർ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സംസാരിക്കാനെത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ S നൌഷറുദ്ദീൻ സാറിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ ചെമ്മന്തൂർ സ്കൂളിലോട്ട് ചെന്ന് ടീച്ചറിനോട് പറഞ്ഞ കുറച്ച് JRCയുടെ കുട്ടികളെ വേണം, നമുക്ക് കുട്ടികളിലൂടെ മാത്രമേ ഇന്നത്തെ അവർ
കുറച്ച് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി കുട്ടികൾ വളരെ സന്നദ്ധരായാണ് വന്നത്. അവരോട് ഞങ്ങൾ എന്തും ചെയ്യാം, ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ താല്പര്യമാണ്, എന്താണ് ഇതിനെതിരെ ചെയ്യാൻ, എങ്ങനെ പ്രതികരിക്കണം എന്നവർക്ക് അറിയില്ല, അത് പറഞ്ഞു തരിക എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഏറ്റവും സന്തോഷത്തോടുകൂടി അവർ വന്നു. അതിന് ആ സ്കൂളിനോടും ആ ടീച്ചറിനോടും പിന്നെ ഈ കുട്ടികളെയും ഒക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗം കേൾക്കുവാൻ ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങളെയും ഒക്കെ ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഗാന്ധി സ്മൃതികൾ വായിച്ചത് അൽഷിലാൽ വളരെ മനോഹരമായി ഗാന്ധി സ്മൃതികൾ വായിച്ചു. ആ ഒരു ഓർമ്മ നമുക്ക് അദ്ദേഹത്തെ വളരെ ദേശഭക്തിയിലെ അത്യുന്നതയിലേക്ക് കൊണ്ടുപോയി. അൽഷിലാലിനെ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള കുമാരി ദൃശ്യ ഗോപി, പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അജികുമാർ, ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇന്നലെയും എന്നോട് ആൾക്കാർ ചോദിച്ചത് ഇതിന്റെയൊക്കെ പരിപാടി, ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ചോദിച്ചത്. സത്യമായിട്ടും ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്, അതുകൊണ്ട് എന്താ പ്രയോജനം എന്നാ ചോദിച്ചത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോ എന്നെ കേൾക്കുന്ന കുറച്ചു പേര്, ഒരു 10, 20, 25 പേര് ഇവിടെയുണ്ട്. 25 പേരും മോശക്കാരാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തില് ഇത്തരം ചില ഇടപെടലുകൾ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ചില സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, അവയർനെസ്, അല്ലെങ്കിൽ സമൂഹവുമായിട്ടൊരു പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ ഇത്തരം ചില അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഒരു നന്മയാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരമൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സിന്റെ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ. ഒരുപക്ഷെ NFPR എന്ന് പറയുമ്പോൾ ഇത് എന്താണ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ഇതെന്ത് സംഘടനയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ, ഒരു ചോദ്യം മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. 2005 മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ അഫിലിയേഷൻ സ്വന്തമാക്കിയിട്ടുള്ള ഒരു മനുഷ്യാവകാശ സംഘടനയാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ്. ഒരുപാട് മനുഷ്യാവകാശ സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി മനുഷ്യാവകാശ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇടപെടലുകളും പ്രശ്നങ്ങളും വാർത്തകളും പബ്ലിസിറ്റികളും ഒക്കെ കൊടുത്തുകൊണ്ട് ഒത്തിരി സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും, അതുപോലൊരു സംഘടനയല്ലേ ഇത്? ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി അല്ലെങ്കിൽ പത്രത്തിലൊക്കെ പേര് വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ല അല്ലേ എന്നുള്ള ചോദ്യം വരും. തീർച്ചയായിട്ടും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് പറയട്ടെ, അത്തരമൊരു സംഘടനയല്ല ഇത്. കാരണം ഇത് ഗവൺമെന്റിന്റെ യാതൊരുവിധ ഫണ്ടുകളും സ്വീകരിക്കുന്ന ഒരു സംഘടനയല്ല. ഏതെങ്കിലും തരത്തിലുള്ള പിരിവുകളോ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകളോ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയുമല്ല. മറിച്ച് ഇതിൽ പ്രവർത്തിക്കുന്നവര്, ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ, കണ്ണൂർ ഉള്ള ഒരു ഡോക്ടറാണ്. ഇതിന്റെ നാഷണൽ പ്രസിഡന്റ് ഇതിന്റെ നാഷണൽ പ്രസിഡന്റ് തിരുവല്ലയിലുള്ള ഒരു അഡ്വക്കേറ്റാണ്. നാഷണൽ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രസിഡന്റിന്റെ ഓഫീസുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. നിരവധി പ്രശ്നങ്ങളിൽ, നിരവധി നാഷണൽ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന കമ്മിറ്റികൾ നിലവിലുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ നിലവിലുണ്ട്, താലൂക്ക് കമ്മിറ്റികൾ നിലവിലുണ്ട്. അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ 2005 മുതൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട്, പ്രശ്നങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട്, അവയർനെസ് നടത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ്, ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഇതിന്റെ പ്രസിഡന്റായിട്ട്, താലൂക്ക് പ്രസിഡന്റായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഞങ്ങൾ ഈ താലൂക്ക് കമ്മിറ്റി നിലവിൽ വന്നിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ? എന്തുകൊണ്ടാണ് ഗാന്ധി ജയന്തി പ്രോഗ്രാം അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇതിന്റെ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്ന് തുടങ്ങുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. കാരണം മഹാത്മാവിന്റെ സമകാലികരായി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുവാന്, ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുവാന് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപാട് ആശയ സംഘടനകളും ഒരുപാട്
ആശയ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുമൊക്കെ ഗാന്ധിസവുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ, അല്ലെങ്കിൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഈ നാടിന് പകർന്നു നൽകിയ ചില ആശയങ്ങളും ആ ആശയ സംവേദനത്തിലൂടെ ഈ നാട് നേടിയെടുത്ത ചില സുഹൃത്തുക്കളുടെയും പിൻതലമുറക്കാരായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഗാന്ധി ജയന്തി ദിനത്തിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സിന്റെ ഈ പ്രോഗ്രാം തുടങ്ങുവാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാവ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്ത് നടത്തുമ്പോ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഭരണ സംവിധാനങ്ങളോ ഏതെങ്കിലും ദണ്ഡന ശക്തികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു മനുഷ്യൻ ഒരു മുണ്ടും അതിന്റെ മുകളിൽ ഒരു മുണ്ടും പുറച്ച് ഒരു കമ്പുവേന്തി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ഈ നാട്ടിലെ സാധാരണക്കാരനെയും ഇടയിലേക്ക് ഇറങ്ങി ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇറങ്ങിയപ്പോ ആ മനുഷ്യന്റെ കൂടെ നമ്മൾ കൂടിയതിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ കൂടാൻ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ അദ്ദേഹം വന്നു എന്നുള്ളതാണ്. ഗാന്ധി ജയന്തിയെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പ്രസംഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഗാന്ധി ജയന്തിയെ പറ്റി പ്രസംഗിക്കാൻ. പക്ഷേ അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഗാന്ധി എന്താണ് പറയാൻ തുടങ്ങിയത്, എന്താണ് പറഞ്ഞു വെച്ചത്, എന്താണ് കാലത്തിന് ഈ ചരിത്രത്തിന് ഗാന്ധിജി അവശേഷിപ്പിച്ചു പോയത് എന്നത് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് ഈ ലോകത്തിന്റെ സകല ദിക്കിലേക്കും സ്വന്തം പ്രത്യയശാസ്ത്രവും സ്വന്തം ആശയങ്ങളും ഒരു വലിയ ചാലക ശക്തിയാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ച മനുഷ്യന്റെ പിൻതലമുറക്കാരാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ അതിന്റെ സമകാലികരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ കാണാറുണ്ട്, വിമർശിച്ചുകൊണ്ട്, ഗാന്ധിസത്തെ വിമർശിച്ചുകൊണ്ട് ചില സിനിമകളും ചില സംവേദന ശക്തികളും ഒക്കെ പുറത്തു വരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, മഹാരാജ ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താ? ലോകം ശിരസ് കുനിക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആശയത്തിന് മുമ്പിൽ ശിരസ് കുനിക്കുന്നുണ്ട് എങ്കിൽ